പാമ്പുകൾ പാരിസ്ഥിതികമായി പ്രാധാന്യമുള്ള ഉരഗ വിഭാഗങ്ങളാണ്. കേരളത്തിൽ വംശനാശ ഭീഷണി നേരിടുന്നതും തദ്ദേശീയവുമായ പാമ്പുകൾ ഉൾപ്പെടെ 104 ഇനങ്ങളുണ്ട്. മിക്കവാറും എല്ലാത്തരം ആവാസ വ്യവസ്ഥകളിലും പാമ്പുകളെ കാണാം. അവ കാണപ്പെടുന്ന പരിസ്ഥിതി വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ അവ ഒരു അവിഭാജ്യ പങ്ക് വഹിക്കുന്നു. വേട്ടക്കാരായ പാമ്പുകൾ എലികളുടെ എണ്ണം സന്തുലിതമായി നിലനിർത്തുന്നു, പ്രത്യേകിച്ച് മനുഷ്യർ ആധിപത്യം പുലർത്തുന്ന പരിസ്ഥിതികളിൽ. ഇരകളുടെ ലഭ്യത കാരണം പാമ്പുകൾ പലപ്പോഴും മനുഷ്യ ആധിപത്യമുള്ള പ്രദേശങ്ങൾ അവയുടെ ആവാസ വ്യവസ്ഥയുടെ ഭാഗമായി ഉപയോഗിക്കുന്നു. ചിലപ്പോൾ മനുഷ്യ ആധിപത്യമുള്ള പ്രദേശങ്ങളിലെ അവയുടെ സാന്നിധ്യം ജനങ്ങളിൽ പരിഭ്രാന്തി സൃഷ്ടിക്കും. പാമ്പുകളെ ഭയപ്പെടുന്നുണ്ടെങ്കിലും പല സംസ്കാരങ്ങളിലും അവയെ ബഹുമാനിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നു. കേരളത്തിൽ ചരിത്രപരമായി പാമ്പുകളെ ആരാധിച്ചിരുന്നു. അവയുടെ ആവാസ വ്യവസ്ഥകളെ പവിത്രമായി സംരക്ഷിക്കുകയും ചെയ്തു. എന്നിരുന്നാലും കാലക്രമേണ ഈ മൂല്യങ്ങൾ യാഥാസ്ഥിതികമല്ലാത്ത സമീപനങ്ങളിലേക്ക് മാറി. ആളുകൾ പാമ്പുകളെ കണ്ടുമുട്ടുമ്പോൾ കൊല്ലുന്നുണ്ടെങ്കിലും എല്ലാ പാമ്പുകളും വിഷമുള്ളവയാണെന്നും സ്വഭാവത്താൽ അവ മനുഷ്യരെ ആക്രമിക്കുമെന്നും ആളുകൾക്കിടയിൽ തെറ്റായ ധാരണയുള്ളതുകൊണ്ടാകാം ഇത്. എന്നിരുന്നാലും പാമ്പുകടിയേറ്റാൽ മനുഷ്യജീവൻ നഷ്ടപ്പെടുന്നതും പരിക്കേൽക്കുന്നതും സംസ്ഥാനത്ത് വ്യാപകമാണ്. കഴിഞ്ഞ 3 വർഷത്തിനിടെ സംസ്ഥാനത്ത് പാമ്പുകടിയേറ്റു ഏകദേശം 334 പേർ മരിക്കുകയും 1860 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി രേഖകൾ സൂചിപ്പിക്കുന്നു. അത്തരം സാഹചര്യങ്ങളിൽ മനുഷ്യവാസമുള്ള പ്രദേശങ്ങളിൽ നിന്ന് പാമ്പുകളെ രക്ഷിക്കുന്നത് അനിവാര്യമാകും.